ലീഗിന് നേരെ കുരക്കല്ലേ. ഞങ്ങളൊന്ന് പറഞ്ഞിട്ടുണ്ട്. ലീഗിൽ പിന്തുണയുന്നു. വി ഡി സതീശൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റില്ല. വി ഡി സതീശനാണ് എന്ന തീരുമാനം പുറത്തു വന്ന ഉടൻ തന്നെ ലീഗിൻ്റെ അണികൾ ഇറങ്ങി വെള്ളാപ്പള്ളിക്കെതിരെ ചീത്ത വിളിക്കുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. ഞങ്ങൾ ഒന്ന് പറഞ്ഞിട്ടുണ്ട്, അത് VDS ആണെന്നൊക്കെ തരത്തിലാണ് മുദ്രാവാക്യം വിളിക്കുന്നത്. വെള്ളാപ്പള്ളിയെ തെമ്മാടി എന്നുകൂടി ചേർത്ത് വിളിക്കുന്നുണ്ട്. കാരണം ഇക്കാലത്തിനിടയ്ക്ക് പാണക്കാട് തങ്ങളുടെ കോലം കത്തിക്കാൻ തയ്യാറായ ഏതെങ്കിലും ഒരു പ്രസ്ഥാനമുണ്ടെങ്കിൽ അത് SNDP ആയിരുന്നു. അതിന് കാരണം വെള്ളാപ്പള്ളിയും ലീഗും നേരിട്ട് ഏറ്റുമുട്ടിയതാണ്. തുടർന്നാണ് ഏവരെ ഞെട്ടിച്ചുകൊണ്ട് ഈ പാണക്കാട് തങ്ങളുടെ കോലം മലപ്പുറത്തും പാലക്കാടും ഇട്ട് SNDPക്കാർ കത്തിച്ചത്. അന്നേ അവർ നോക്കി വെച്ചിരുന്നതാണ്. ഇതാണ് ഇപ്പോൾ സമയം വന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവർ വെള്ളാപ്പള്ളിക്കെതിരെ ചീത്ത വിളിക്കാനുള്ള കാരണം. അത് അവരുടെ പ്രിയപ്പെട്ട നേതാവ്, യഥാർത്ഥത്തിൽ കോൺഗ്രസ്സുകാരേക്കാൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് വി ഡി സതീശൻ മുഖ്യമന്ത്രിയാകണം എന്ന് ആഗ്രഹിച്ചത് മുസ്ലിം ലീഗുകാരാണ്. എങ്കിലേ സ്ഥിരമായി തങ്ങൾക്കൊരു അടിമയെ കിട്ടത്തുള്ളൂ എന്നവർക്കറിയാം. വി ഡി സതീശനാണ് മുഖ്യമന്ത്രി എന്ന് വാർത്ത പുറത്തേക്ക് വന്നപ്പോൾ മുതൽ അവർ ആദ്യ നിമിഷം തന്നെ പാകിസ്ഥാൻ്റെ പച്ചക്കൊടിയും പിടിച്ചുകൊണ്ട് ഇറങ്ങി വെള്ളാപ്പള്ളിക്കെതിരെ. പക്ഷേ ഇതൊരു തീക്കളിയാണ് എന്ന കാര്യം ഉറപ്പാണ്. മുസ്ലിം ലീഗിന് അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്ക് കേരളത്തിൽ പിടിക്കാവുന്ന പരമാവധി സീറ്റ് എത്രയാണ് എന്നവർ കാണിച്ചു തന്നു. 22 അല്ലെങ്കിൽ 24. അതുകൊണ്ട് ഒന്നും ആവില്ല എന്ന ബോധം ഇവർക്ക് വേണം. പക്ഷേ വെള്ളാപ്പള്ളിയുടെ സമുദായത്തിൻ്റെ കാര്യം അങ്ങനെയല്ല. അവർ വിചാരിച്ചാൽ സംസ്ഥാനം തന്നെ ഭരിക്കാൻ പറ്റുമെന്ന കാര്യം ഈ മണ്ടന്മാർക്ക് അറിയില്ല. അവിടെയാണ് ഇവർ കയറി ചൊറിയുന്നത്. വിനാശകാലെ വിപരീത ബുദ്ധി എന്നേ പറയാനുള്ളൂ. നല്ലതാണ്, കാരണം മുസ്ലിം ലീഗിനെയും സുഡാപ്പികളെയാണേലും ഓടിച്ചിട്ടടിക്കാൻ ഒരു മയവുമില്ലാത്ത ടീമാണ് വെള്ളാപ്പള്ളിയുടെ ടീം. അയാളുടെ സമുദായക്കാർ പല തട്ടിലായിട്ട് നിൽക്കുന്നതുകൊണ്ട് മാത്രമാണ് വെള്ളാപ്പള്ളിയെ പോലുള്ള ഒരാളെ ഇവർക്ക് കയറി ചൊറിയാൻ പറ്റുന്നത്. തിരിച്ചായിരുന്നെങ്കിൽ വെള്ളാപ്പള്ളിക്ക് നേരെ ഒരു ചെറുവിരൽ പോലും ഇവറ്റകൾ ഉയർത്തില്ലായിരുന്നു. വെള്ളാപ്പള്ളിക്കെതിരെ മോശമായ ഒരു പരാമർശം പോലും ഇവർ നടത്തില്ലായിരുന്നു. ഓടുന്ന വഴി പുല്ല് പോലും കിളിക്കില്ലായിരുന്നു. പക്ഷേ ഇതൊക്കെ കണ്ടതിന് ശേഷം അവർക്ക് വെളിവ് വന്ന് ഒന്നിക്കാൻ തീരുമാനിച്ചാൽ പിന്നെ മുസ്ലിം ലീഗോ സുഡാപ്പിയോ SDP യോ ജമാഅത്തെ ഇസ്ലാമിയോ ഒന്നും മലയാളിക്ക് അല്ലെങ്കിൽ കേരളത്തിൽ ഒരു ഇരയേ അല്ല.